യൂസുഫ് നബഹാനി എന്ന് പറയുന്ന ഇവരുടെ ഒരു ഹോജ, അയാൾ എഴുതിയിട്ടുള്ള കിതാബാണ്. ഈ കിതാബിൽ തന്നെ നമുക്ക് ഒരു മൂത്രത്തിന്റെ കറാമത്ത് കാണാൻ സാധിക്കും. അതെന്താ? ഇയാൾ മൂത്രം കൊണ്ട് കളിക്കുന്ന വേറൊരു കറാമത്ത് ഇതിൽ കൃത്യമായിട്ട് പറയുന്നു. ഒരു കുളത്തിന്റെ സമീപത്ത് ചെന്നിട്ട്, ഞാനതിന്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നില്ല, ചുരുക്കി പറയാണ്. ഒരു കുളത്തിന്റെ സമീപത്ത് ചെന്നിട്ട് ഇയാളുടെ കറാമത്ത് പ്രകടിപ്പിക്കുകയാണ്. എന്താണ് കറാമത്ത് ഇയാൾ പ്രകടിപ്പിക്കുന്നത്? ഇയാൾ ചോദിക്കുകയാണ്, ഞാൻ ഈ കുളത്തിലുള്ള വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു തീർക്കുന്നത് നിങ്ങൾക്ക് കാണണോ? കുടിച്ച് ഞാനാണ് വറ്റിക്കും. അങ്ങനെ മൂപ്പരെന്ത് ചെയ്യാണ്? അതിലേക്കാണ് കമഴ്ന്നാണ് കടന്ന് അയാൾ ഇങ്ങനെ കുടിക്കുന്നു. ആ കുടിക്കുന്നത് അപ്പം തന്നെ എന്തും ചെയ്യുന്നു? ഇയാളുടെ ഇഹ്ലീലിലൂടെ പറഞ്ഞാൽ അയാളുടെ ജനനേന്ദ്രിയത്തിലൂടെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു. ഇവിടെ കുടിക്കുന്നു, ഇവിടെ ജനനേന്ദ്രിയത്തിൽ മൂത്രമായിട്ട് അങ്ങനെ പോകുന്നു. നേരത്തെ പറഞ്ഞ ഏച്ചിട്ട് പോവാം. അപ്പൊ ഇവിടുന്ന് കുളത്തിലെ വെള്ളം അങ്ങനെ കുടിക്കുക, ഇതിലൂടെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കളയുക. അങ്ങനെ ആ കുളം മുഴുവൻ മൂപ്പര് കുടിച്ചും മൂത്രയിച്ചും വറ്റിച്ചു എന്നാണ് പറയുന്നത്. ഈ കിതാബിലുള്ളതാണ്. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഞാനതിൻ്റെ അറബി ഇബാറത്തൊന്നും വായിച്ച് എൻ്റെ സമയം ഇതിൻ്റെ ക്ലിപ്പിൻ്റെ ദൈർഘ്യം കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കും. ആ ഭാഗം നിങ്ങൾക്കത് കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കും. ആശയം അതാണ്. ആ പറഞ്ഞ രൂപത്തിലാണ് അയാൾ അങ്ങനെ കുളത്തിൽ കറാമത്ത് കാണിച്ചത് എന്നുള്ളതാണ് ഒന്ന്. ഇനി വേറെയോ മലം കൊണ്ടുള്ള കറാമത്തുണ്ട്. ഇതൊക്കെ പറയാൻ സഹോദരങ്ങളെ ലജ്ജയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഈ മുസ്ലിയാക്കളുടെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് ഇതിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനാൽ ഇത് പറയാതെ അങ്ങനെ ഇരിക്കും. ഇതൊക്കെ ഇവരുടെ ഷറഫാക്കപ്പെട്ട കിതാബാണ്, പോരിശയാക്കപ്പെട്ട കിതാബാണ്. മുസ്ലിയാക്കന്മാര് അവരുടെ ഫത്വകളിലും അവരുടെ പുസ്തകങ്ങളിലും സ്റ്റേജിലും പേജിലും ഒക്കെ തെളിവായി റഫറൻസ് കിതാബായിട്ട് ഉദ്ധരിക്കുന്ന കിതാബാണ്. ഒന്ന് ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചില്ലേ. ഇനി വേറൊന്നെന്താ? ഇതൊക്കെ ഔലിയാക്കന്മാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുള്ള പ്രശ്നമാണ് ഇനി അടുത്തത്. അത് ഒരു ഔലിയ ഏതാണ്? ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഔലിയ. ആ ഔലിയയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നിട്ട് ബഹുമാനത്തോടു കൂടി, അപ്പൊ ഇദ്ദേഹത്തിന്റെ ചേലും കോലവും ഇയാളുടെ ഒരു മാറാപ്പുണ്ട്, തോളിലിട്ടിട്ടുള്ള ഒരു ഭാണ്ഡം. അപ്പൊ ഈ പെണ്ണ് അതിന്മേലൊക്കെ തടവി ബർക്കത്തെടുക്കുകയാണ്. തടവിയിട്ട് അവളുടെ ശരീരത്തിലൊക്കെ കൈകൊണ്ട് ഇങ്ങനെ തടവിയപ്പോ രണ്ട് പണ്ഡിതന്മാരത് നോക്കി കാണുന്നുണ്ട്. അപ്പൊ ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ ആ പെണ്ണിനോട് പറഞ്ഞു, എന്താ പെണ്ണെ നീ ചെയ്യുന്നത്? അയാളുടെ അതൊക്കെ ആകെ വൃത്തികെട്ട നജസാണ്, കൈയൊക്കെ ആകെ നജസായില്ലേ. അങ്ങനെയുള്ള ഒരു വസ്തുവാണ് അയാൾ മാറാപ്പായി ചുമന്നിട്ടുള്ളത്. അയാളുടെ അയിമൊക്കെ തൊട്ടിട്ട് ബർക്കത്തെടുക്കുക എന്നൊരു ഫഖീഹായ മതപണ്ഡിതനായ വ്യക്തി ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ ഈ ഔലിയ എന്ന് പറയുന്ന ഈ ചങ്ങായിക്ക് ദേഷ്യം പിടിച്ചു എന്ന് മാത്രമല്ല, ഇയാളുടെ ദേഷ്യത്തോടു കൂടെയാണ് നോക്കിയിട്ട് അവിടെ തന്നെ മൂപ്പരാണ്ട് ഇരുന്നിട്ട് പരസ്യമായിട്ടാണ്ട് മലവിസർജനം നടത്തി. അവിടെ ഇരുന്നു മൂപ്പര ആൾക്കൂട്ടത്തിന്റെ അടിയിൽ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? അവിടെ അവിടെ ഇരുന്നിട്ട് ആണ് മലവിസർജനം നടത്തി. അപ്പോ മലവിസർജനം നടത്തിയപ്പോ എന്താ ഉണ്ടായത്? മൂപ്പര അവിടുന്ന് പിന്നെയാണ് എഴുന്നേറ്റ് പോയി. അങ്ങനെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ നേരത്തെ ഇയാള് ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഈ മഹാപണ്ഡിതനുണ്ടല്ലോ, ആ പണ്ഡിതൻ നേരെ അതിന്റെ അടുത്തേക്കാണ് ചെന്നിട്ട് അതങ്ങനെ തോണ്ടി നക്കി തിന്നാണ്. അപ്പൊ ഈ ഒപ്പുള്ള മറ്റേ പണ്ഡിതൻ ഇയാളങ്ങനെ ഡ്രസ്സ് പിടിച്ച് വലിക്കുന്നുണ്ട്. അരുതടാ അത് ശൈഖ് മലവിസർജനം നടത്തിയതാണ്, അത് തിന്നല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇയാളാണെങ്കിൽ തുടച്ച് വാരി തിന്നു എന്ന് മാത്രല്ല, അവസാനം തുറാബി അതാക്കിയ സ്ഥലത്തുള്ള മണ്ണ് വരെ ഇയാൾ നക്കി തിന്നു എന്നാണ്. അങ്ങനെ ഇയാളതൊക്കെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോ ഈ പണ്ഡിതൻ ഇയാളോട് പറഞ്ഞു, അല്ല ചങ്ങാതി, നിനക്ക് എന്താ പറ്റിയത്? വൈലക്, നിനക്ക് എന്താ സംഭവിച്ചത്? ഇത് ഷെയ്ഖ് പിന്നെ ഇത് മലവിസർജനം നടത്തിയതല്ലേ, അതല്ലേ എത്തുന്നത്? അപ്പൊ മൂപ്പര് പറയണല്ലോ, വല്ലാഹി മാ ലഅഖ്തു ഇല്ലാ അസലാ, അല്ലാഹയാണ് സത്യം, ഞാൻ തേനല്ലാതെ നക്കി തിന്നിട്ടില്ല. ഞാൻ ആ നക്കി തുടച്ചത് മുഴുവനും തേനായിരുന്നു. ആലോചിച്ച് നോക്കൂ മുസ്ലിയാക്കളെ, ഇത്തരം വഷള് കണ്ടോ? ഇത് മലക്കറാമത്താണ്. മലങ്കറാമത്ത് എന്താ അതിന് പറയണ്ടത്? അതാണ് ഇപ്പൊ ജാമിഉ കറാമാത്തിൽ ഔലിയയുടെ 1-ാം വാള്യം. ഇതിൽ നിന്നാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇബ്രാഹിം ഇബ്നു സഈദ് അശ്ശാഹൂരി എന്നൊക്കെ പേരിലുള്ള ഒരു ഔലിയയുടെ കഥ. മറ്റേത് കൊളത്തുന്നതാ, വെള്ളം വന്നാകെ കുടിക്കുന്നു, ഇപ്പുറത്ത് കൂടി ഇങ്ങനെ ഒഴിച്ചു കളയുന്നു. കുടിക്കാൻ മൂത്രയിക്കുക, പക്ഷെ പുറത്തു പോണത് എച്ചിട്ട് പോവാണ്. ആ വിധത്തിൽ ചെയ്യുന്നു. അത് ഇതിന്റെ 2-ാം വാള്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ആ ഷെയ്ഖിന്റെ പേരെന്തായിരുന്നു എന്നാ നിങ്ങൾ പറയുന്നത്? അശ്ശൈഖ് അബ്ദുൽ കരീമുൽ ഖാവി അദ്ദിമഷ്ഖി എന്നാണ്. അയാള് മരിച്ചുപോയത് 1283 ഹിജറ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഔലിയാക്കന്മാരുടെ കറാമത്താണ്.
ഈ വിധത്തിലുള്ള കാര്യങ്ങളെ പറയരുതേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വഷളത്തരങ്ങളാണ്, നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇത് പറയരുത് എന്ന് പറഞ്ഞാൽ പറയും, കണ്ടോ ഔലിയാക്കന്മാരെ തള്ളി പറയുന്നു, നിഷേധിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊന്നും പറഞ്ഞിട്ട് അവസാനിച്ചിട്ടില്ല. ഇതേപോലെ ഇവരുടെ പല ഗ്രന്ഥങ്ങളിലുമുണ്ട് പല വിധത്തിലുള്ള കറാമത്തുകൾ. തബഖാത്തു ഷഅറാനി, അതേപോലെ ആ വിധത്തിലുള്ള പലതുമുണ്ട്. അപ്പൊ ഇത്രയൊക്കെയല്ലേ ഓരോ സാമ്പിളിന് പറയാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഈ ഇസ്ലാമും സൂഫിസവും തമ്മിലുള്ള, ഇവർ ഈ പറയുന്ന ഈ സൂഫിസവും ഇസ്ലാം മതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വളരെ കൃത്യമായി മനസ്സിലായില്ലേ? അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അതുപോലെ തന്നെ മഹാരഥന്മാരായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഔലിയാക്കന്മാർ, അവരിലൂടെ ഈ വിധത്തിലുള്ള കാര്യങ്ങളാണ് മുഅ്ജിസത്തും കറാമത്തൊക്കെ ആയിട്ട് വരാറുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, സത്യത്തിൻ്റെ വാഹകരാവുക, എല്ലാ കക്ഷിത്വവും മാറ്റിവെച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കൂ, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ പഠിക്കൂ, ഇസ്ലാമികമായ വിഷയങ്ങൾ പഠിക്കൂ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നൂറ്, ആ ഹിദായത്തിൻ്റെ നൂറ് ലഭിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സഹോദരങ്ങളെ, റബ്ബ് നമുക്കെല്ലാവർക്കും യാതൊരു കളങ്കവും ഏശാത്ത വിധത്തിലുള്ള വിശ്വാസ ദൃഢത പ്രദാനം ചെയ്യുകയും മഹാരഥന്മാരുടെ കൂടെ സ്വർഗവേദി പങ്കിടുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.